എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ റിന്നും അവൻ്റെ ബ്രദർ സായും അവർ രണ്ടുപേരും ഇപ്പോൾ വാശിയോടുകൂടെ ഫുട്ബോൾ കളിക്കുകയാണ്. റിന്നിനാണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ പ്ലേ ഒക്കെ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നും. അധികം വൈകാതെ തന്നെ റിന്നിൻ്റെ ബ്രദർ ആണെങ്കിൽ റിന്നിനെ ദയനീയമായിട്ട് കളിയിൽ പരാജയപ്പെടുത്തുകയാണ്. ഒന്നും പറയാനില്ലാതെ ബ്രദറിൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ അവനങ്ങനെ തല താഴ്ത്തി നിൽക്കും. അതിന് റിന്നിൻ്റെ ബ്രദർ, യു ആർ അൺബിലീവബിൾ, ഞാനില്ലാതിരുന്ന ഇത്രയും കാലവും നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിനക്ക് ഇതുപോലെ എൻ്റെ മുൻപിൽ തല കുനിച്ച് നിൽക്കാൻ നാണമില്ലേന്ന് ചോദിച്ച് അവനെ കളിയാക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ജിംബാച്ചി ഈഗോയ്ക്ക് ഇപ്പോ ജപ്പാൻ ഫുട്ബോൾ ടീമിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. വരാനിരിക്കുന്ന അണ്ടർ-20 ജപ്പാൻ മാച്ചില് മത്സരിക്കാനായിട്ടിരിക്കുകയാണ് ബ്ലൂ ലോക്കിലെ പ്ലെയേഴ്സ്. സോ അതിന് കുറച്ചുകൂടെ ഹൈപ്പ് കൂട്ടാനായിട്ട് ഇപ്പൊ റിന്നിന്റെ ബ്രദർ ടായ് ഇത്തോഷിയെ കൂടെ അവര് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട പണം അതെല്ലാം തന്നെ തിരികെ പിടിക്കാൻ പറ്റുമെന്ന് അവർക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഈഗോയാണെങ്കിൽ അതിൽ ഭയങ്കര സന്തുഷ്ടരാണ്. പക്ഷേ രണ്ടു പേർക്ക് ഈ ഒരു മത്സരത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം അത് ഈഗോയെ ചെറുതായിട്ടൊന്ന് ചൊടിപ്പിക്കും. അതിന് ഈഗോ പറയും, ബ്ലൂ ലോക്ക് ഇവിടെ നിൽക്കുന്ന തന്നെ ജാപ്പനീസ് ഫുട്ബോളിന്റെ തലവര മാറ്റാനായിട്ടാണ്. ഉടനെ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ബ്ലൂ ലോക്ക് ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ പറയും, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിർണായക മാച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ബ്ലൂ ലോക്കിൽ നിന്ന് പുറത്താവും. അത് കേട്ട് നമ്മുടെ ഹീറോ ഇസാക്കി അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. എന്ത് വില കൊടുത്തും എനിക്ക് ഈ ജപ്പാൻ ഫൈനൽ മാച്ചിൽ അതിൽ പങ്കെടുത്തേ പറ്റൂ. അതിനുവേണ്ടി എത്ര ഹാർഡായിട്ട് കളിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ ഇത്രയും നാളും ഇഷ്ടപ്പെട്ട് കളിച്ച് ഇവിടം വരെ എത്തിയ കാര്യങ്ങൾ അതൊരു സെക്കൻഡ് മനസ്സിലൂടെ ഓർത്തെടുക്കുകയാണ്. ഈഗോ ആണെങ്കിൽ തീർത്ത് പറയും, ഫോർവേഡ്സിനെ വെച്ച് താൽക്കാലികമായിട്ടൊരു ടീം ഉണ്ടാക്കുകയല്ലാതെ എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല. നിങ്ങൾ എല്ലാവരും ഫോർവേഡ്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്കിപ്പോൾ ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഓരോരുത്തരായിട്ട് ടീമിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴും ഹീറോ അവൻ്റെ പേരിനായി കാത്തിരിക്കും. ടോപ്പ് 6 പ്ലെയേഴ്സിന്റെ പേരുകളാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്പർ 1 ആയിട്ടുള്ള ആളുടെ പേര് വിളിക്കുമ്പോൾ തന്നെ ഇസാക്കി അവൻ ഉറപ്പിച്ചു പറയും, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവൻ തന്നെ നമ്പർ 1 പൊസിഷനിൽ വരുമെന്ന്. ഓരോരുത്തരായിട്ട് ആള് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് നമ്പർ 6 അവസാനത്തെ ആളാണ്. ഹീറോ ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, നമ്പർ 6 അത് ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ 6ാമതായിട്ട് ഇപ്പൊ വേറൊരാളെ ആയിരിക്കും തെരഞ്ഞെടുക്കുക. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഷോക്ക് ആവുകയാണ്. അതേസമയം 5ാമത്തെ കോർ പ്ലെയർ അവനാണെങ്കിൽ കംപ്ലൈന്റ് പറയും, ഞാൻ എന്തുകൊണ്ട് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു? നമ്പർ 1 ആയിട്ട് നിങ്ങൾ എന്തിന് പെണ്ണിനെ തെരഞ്ഞെടുത്തു ചോദിക്കും. അതിന് ഈഗോ പറയും, അവനൊരു നമ്പർ 1 പ്ലെയർ ആണ്, മാത്രമല്ല ഏറ്റവും കൂടുതൽ ഗോളുകൾ അത് നൽകിയിട്ടുള്ളത് റിന്നാണ്. പിന്നീട് ഈഗോ ആണെങ്കിൽ നമ്പർ 6 ടോപ്പ് പൊസിഷനിൽ വന്നവരെ ഇപ്പോ 3 ടീമായിട്ട് തരംതിരിക്കും. ബാക്കിയുള്ള 29 മെമ്പേഴ്സിനെ ഇപ്പോ ഓരോ ടീമിലേക്കായിട്ട് അവർ മാറ്റുകയാണ്. സോ ഇവരിൽ നിന്ന് എല്ലാം സെലക്ട് ചെയ്യപ്പെട്ടവരാണ് ഇപ്പൊ പരസ്പരം മത്സരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഒരാള് 2 മാച്ച് കളിക്കണം. അത് മറ്റാരുമല്ല, മിഗറോ ആണ്. കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അവന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാവും. ഈഗോ ആണെങ്കിൽ ആ ടോപ്പ് 6 പൊസിഷനിലുള്ളവരെ ഒരു ഭാഗത്തേക്ക് മാറ്റും. അതിനുശേഷം ബാക്കിയുള്ള 29 പേരോടും സംസാരിക്കും. അവകാശവാദവും എക്സിസ്റ്റൻസും ഇത് രണ്ടും ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ടുള്ള 6 പേരെ അവരെ കഴിഞ്ഞ് നല്ല പ്ലെയേഴ്സ് ആണെന്ന് അത് നിങ്ങൾ തെളിയിക്കുക. അതിനുശേഷം ആ ഒരു 6th റാങ്കിങ് അത് നിങ്ങൾ തന്നെ റീപ്ലേസ് ചെയ്യുക. 24 മണിക്കൂറുള്ള ഒരു ടൈമർ അത് ഈഗോ കാണിച്ചു കൊടുക്കും. നിങ്ങൾ ആരുടെ ടീമിൽ ചേരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് പൂർണ്ണമായും നിങ്ങൾക്കാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് വരും. അവരുടെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച വരാൻ പോകുന്ന ആ മാച്ചിനെ കുറിച്ചാണ്. മാത്രമല്ല ഓരോ മാച്ചിലും എങ്ങനെ അവർ പെർഫോം ചെയ്യും, മാത്രമല്ല ഏതൊക്കെ ടീമിൽ ആരൊക്കെ ചേരും എന്നതൊക്കെയാണ്. ബാച്ചറാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, എനിക്ക് ആക്ച്വലി 2 ബാറ്റിലുണ്ട്. സോ എൻ്റെ 2 ടീമും എൻ്റെ 2 ബാറ്റിൽസും എനിക്ക് ടോസ് ചെയ്ത് വേണം കണ്ടുപിടിക്കാനെന്ന് പറയും. ഇവിടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ടീം ഏതാണെന്ന് ചിന്തിച്ചിട്ട് കൂടെയില്ല. അതിന് റിന്നോ അല്ലെങ്കിൽ ഭാഗ്യമോ ഉള്ള ഏതെങ്കിലും ടീമായിരിക്കും ഇവൻ ചൂസ് ചെയ്യാന്ന് ഇപ്പൊ റാച്ചറോ പറയും. ഇസക്കി ആണെങ്കിൽ ഇപ്പൊ ചുറ്റുമുള്ള എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഏത് ടീമിൽ ചേരും? ഏത് ടീമിൽ ചേർന്നാൽ എനിക്ക് നന്നായിട്ട് കളിച്ച് എന്റെ എക്സിസ്റ്റൻസ് അത് ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് ആലോചിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അവിടെയുള്ള ബാക്കി എല്ലാ പ്ലെയേഴ്സിനും ഓൾമോസ്റ്റ് അവർ ഏതൊക്കെ ടീമിൽ ചേരണം എന്നൊരു ധാരണയുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് മാത്രം ഇതുവരെ അവന്റെ ടീം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ടോപ്പ് 6 മെമ്പേഴ്സ് ഉള്ള റൂം കാണിക്കും. അവരാണെങ്കിലും ഇപ്പൊ ഗെയിമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോഴായിരിക്കും
നാഗിന്റെ അടുത്തേക്ക് യുക്കേമ എന്ന് പേരുള്ള ഒരുത്തൻ അവിടേക്ക് വന്ന് അവന്റെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അതിനൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാതെ ഒരു ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തൊരു മുടിയൻ, അവനും ഇപ്പോ ആ VIP റൂമിലേക്ക് വരും. മുടിയനാണെങ്കിൽ നമ്മുടെ റിന്നിന്റെ ടീമിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ റിന്നിനെ വന്ന് വെറുപ്പിക്കാനായിട്ട് തുടങ്ങും. കമോൺ റിൻ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ശത്രുക്കളെ പോലെ കഴിയും? ഇപ്പൊ ഞാൻ നിന്റെ ടീമിലുള്ള ഒരു മെമ്പർ അല്ലേ, നമുക്ക് തിക് ഫ്രണ്ട്സ് ആവാം, എന്നിട്ട് നല്ല രീതിയിൽ ഈ ഗെയിം കളിച്ച് നമുക്ക് ഇതിൽ പ്രൈസ് വാങ്ങിക്കാം. ഇതിനാണെങ്കിൽ അവന്റെ സംസാരവും കളിയാക്കലൊന്നും ഒട്ടും ഇഷ്ടാവില്ല. റിന്നാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് എന്നെ ഇതുപോലെ കളിയാക്കും. എനിക്ക് നീയുമായിട്ട് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഇപ്പോ ഇവിടെ വെച്ച് നീ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവനെ പറഞ്ഞയക്കാൻ ശ്രമിക്കും. മുടിയനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൻ ചാടി വന്ന് ഇപ്പൊ റിന്നിനെ ചവിട്ടി താഴെയിടുകയാണ്. അടുത്ത നിമിഷം അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. റിന്നാണെങ്കിൽ തീർത്തു പറയും, എനിക്ക് എന്റെ ടീമിൽ ആവശ്യമില്ല, എനിക്കറിയാം നല്ലൊരു ടീം ഫോം ചെയ്യാനും കളിക്കാനും. അതിനകത്ത് മുടിയൻ പറയും, നെയ്യുമായിട്ട് ടീമായി കപ്പടിക്കാനല്ല എൻ്റെ ഉദ്ദേശം, അത് മറ്റു പലതുമാണെന്ന് പറഞ്ഞ് വീണ്ടും അവർ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ചുറ്റുമുള്ളവരാരും അവരെ പിടിച്ചു മാറ്റാനോ ആ ഫൈറ്റ് അത് നിർത്താനോ ശ്രമിക്കില്ല. അവരെല്ലാവരും കാഴ്ചക്കാരെ പോലെ അത് നോക്കി നിൽക്കുകയാണ്. ബഹളമൊക്കെ കേട്ട് ഇപ്പൊ ഈഗോ അവിടേക്ക് ഓടി വന്ന് അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. ഈഗോ പറയും, നിങ്ങൾ എല്ലാവരും ക്രീം ഓഫ് ഗോൾഡ് ലോഗാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് പാർട്ണർ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റാണ് നിങ്ങൾക്ക് ആവശ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ മാച്ചിൽ ജയിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ മാച്ചിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള പ്ലെയേഴ്സിനെ അവരെ നിങ്ങളൊരു ടൂളായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾ 6 പേരുമാണ് ദ ബെസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ 6 പേരെയും നമ്പർ 1 to 6 പൊസിഷനിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും മറ്റുള്ളവരെ നിങ്ങളുടെ പൊസിഷൻ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ബെസ്റ്റ് പ്ലെയേഴ്സിനെ നോക്കി നിങ്ങൾ വേണം നിങ്ങളുടെ ടീമിൽ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബ്രഷ് ചെയ്യുന്ന നമ്മുടെ ഹീറോ ഇസക്കി ആയിരിക്കും കാണിക്കുക. ഇസക്കി ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഈഗോ ആള് പറഞ്ഞതിന്റെ അർത്ഥം അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്ങനെ ഒരു നല്ല ടീമിനെ തെരഞ്ഞെടുക്കാം, ആ 6 ടോപ്പേഴ്സിൽ ആ ഒരു ടീമിൽ എങ്ങനെ എനിക്കും കടന്നു ചെല്ലാം എന്നവൻ ഗഹനമായിട്ട് ചിന്തിക്കും. ഉടനെ അടുത്ത് നിൽക്കുന്ന ബാറോ ഇപ്പൊ ഹീറോയെ കളിയാക്കുകയാണ്. നിനക്ക് ഇതുവരെ ഈ കൺഫ്യൂഷൻ മാറിയില്ലേ? ഏതെങ്കിലും നല്ലൊരു ടീം തെരഞ്ഞെടുക്ക്. ഞാൻ C ടീം ഒഴികെ ബാക്കി ഏത് ടീമാണെങ്കിലും തെരഞ്ഞെടുക്കും. ബാക്കി ഒന്നിലും എനിക്ക് കളിക്കാൻ യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിന്നെ ടോപ്പ് 6 സെലക്ട് ചെയ്യാത്തതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആദ്യം മത്സരിച്ച് തോൽപ്പിച്ചേനെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. വേറൊരുത്തൻ അവിടേക്ക് വന്ന് ഇപ്പൊ ഹീറോയോട് അവന്റെ ഫേസ് വാഷിൽ കുറച്ച് ചോദിക്കും. ഹീറോ ആണെങ്കിൽ അത് കൊടുക്കും. നിക്കോ ക്രീമൊക്കെ അവന്റെ ഫേസിലിട്ട് ഇപ്പൊ ഹീറോയോട് പറയും, നീ ഇതുവരെ ഒരു ടീം പോലും സെലക്ട് ചെയ്തില്ലല്ലോ അല്ലേ? ഈഗോയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ്. അതുകൊണ്ടാണ് ആ ടോപ്പ് 6-നെതിരെ നമ്മളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇസക്കി ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ഇപ്പൊ പുറത്തേക്ക് വന്ന് പഴയ മാച്ചുകൾ കാണുകയാണ്. റിന്നിന്റെ ടീമിൽ ചേരുന്നത് ഇത് വലിയ അബദ്ധമാണ്. കാരണം ആ ടീമിൽ ചേർന്ന എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ആരും എന്റെ പെർഫോമൻസ് കാണില്ല. അപ്പൊ റിയോ അവിടേക്ക് വന്ന് ഹീറോയോട് പറയും, നിനക്കും ഇതുവരെ ഒരു ടീമും ചൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലേ? നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. എന്നെക്കൊണ്ടും ഇതുവരെ എന്റെ ടീം ഏതാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ വലിയൊരു അനൗൺസ്മെന്റ് ആ ഹാൾ മുഴുവനായിട്ട് മുഴങ്ങുകയാണ്. കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യാനുള്ള ടൈം അത് അവസാനിച്ചു എന്നായിരിക്കും ആ അനൗൺസ്മെന്റ്. ഇസക്കി ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ ടീം A ആണ് ചൂസ് ചെയ്യുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാച്ചറോയും ടീം Aയിലേക്കാണ് വരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ അവരുടെ ടീം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ജാപ്പനീസ് ഫുട്ബോളിന്റെ സീനിയർ ഓഫീസറായിട്ടുള്ള വറാറ്റ്സുറ്റ, 100 സൈസിന്റെ മാനേജറായിട്ടുള്ള ഒയ്സിച്ചിയായിട്ട് ചേർന്ന് ബ്ലൂ റോക്കിനെ നശിപ്പിക്കാനായിട്ട് ഇപ്പൊ പ്ലാൻ ഇടുകയാണ്. ഞങ്ങളുടെ ക്യാപ്റ്റനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് അവരിപ്പോ അവരുടെ ക്യാപ്റ്റനെ കാണിക്കും. അതിനുശേഷം വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആയിട്ട് ഞാൻ മാറുമെന്ന് പറഞ്ഞ് ഇസക്കിയെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.